ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ടൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. കാൽസ്യം, അയൺ, വൈറ്റമിൻ സി, എ, എമിനോ ആസിഡുകൾ എന്നിവ ധാരാളം അടങ്ങിയ മുരിങ്ങയില കൊളസ്ട്രോൾ കുറയ്ക്കാനും BP കൺട്രോൾ ആവാനും ഗ്യാസ്ട്രൈറ്റിസ്, കോൺസ്റ്റിപ്പേഷൻ എന്നീ പ്രശ്നങ്ങൾക്കും വളരെ ഗുണം ചെയ്യുന്നതാണ്. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തത് 3 കപ്പ്, ഒരു പകുതി നാളികേരം ചിരകിയത്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, വറ്റൽമുളക് 10 എണ്ണം, എരിവ് കൂടുതൽ വേണമെങ്കിൽ 15 വരെ എടുക്കാം, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി, ഉപ്പ്, അതുപോലെ ചെറിയ പീസ് ശർക്കര, കായം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് മുരിങ്ങയില ഇട്ട് നന്നായി വറുത്തെടുക്കണം. അതിൽ ഇലകൾ ഒട്ടിയിരിക്കുന്നതൊക്കെ മാറി ജലാംശം മുഴുവൻ ഇല്ലാതാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. ഈ ഒരു ശബ്ദം വരണം, ഇതാണ് ഇതിൻ്റെ പാകം. അതിനുശേഷം മുരിങ്ങയില മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. തുടർന്ന് ഇതേ പാനിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും വറുത്തെടുക്കാം. ഇതിൻ്റെ നല്ല മണം വരുന്ന സമയത്ത് വറ്റൽമുളക് കൂടി ചേർക്കാം. മുളക് നല്ല ചൂടായി ക്രിസ്പിയായി വരുമ്പോൾ അതും വറുത്ത് കോരാം. ഇതിലെ എല്ലാ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം. ഒന്നിച്ച് വറുത്താൽ ഓരോന്നിനും ഓരോ പാകമായതിനാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ചിരക്കി വെച്ച് നാളികേരം ചേർക്കാം. നാളികേരം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. ഏതാണ്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് വാളൻപുളി ചേർക്കാം. കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളായി വേണം വാളൻപുളി ചേർക്കാൻ. വാളൻപുളി ചൂടായി വരുമ്പോൾ തന്നെ ഇത് സോഫ്റ്റായി വരും. ആ സമയം വരെ വറുത്താൽ മതി. എല്ലാം വറുത്ത് കോരിയ ശേഷം ആ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും ശർക്കരയും കായവും ചേർക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു മിക്സറിൽ 2-3 തവണയായി പൊടിച്ചെടുക്കണം. നൈസായി പൊടിക്കരുത്, തരിയായി വേണം പൊടിച്ചെടുക്കാൻ. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി. ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്ക് കുറേ കാലം സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തും കഴിക്കാവുന്നതാണ്. മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവരെ ഇങ്ങനെ കഴിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക.